എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഗംഗേട്ടനും മാലതിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാലതി ഗംഗേട്ടനോടായി പറയുന്നു, കാരണം വൈശ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണെന്ന് പോലും ബാലനറിയാം. മറുപടിയായി ഗംഗേട്ടൻ പറയുകയാണ്, ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനൊരു തിരിച്ചടി. എല്ലാം കേട്ടുകൊണ്ട് നിന്ന മാലതി, എന്താ ഗംഗേട്ട ഇതിനൊരു പരിഹാരം? കേൾക്കുന്ന ഗംഗേട്ടൻ, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കഴിഞ്ഞ കഥകളെല്ലാം ബാലൻ അറിഞ്ഞുവെന്ന് വൈജയന്തി മനസ്സിലാക്കിയാൽ ആ നിമിഷം തന്നെ അവൾ ആ ബന്ധം മുറിച്ചു കളയണമെന്നാവശ്യപ്പെടും. നമ്മൾ അവളോട് ചെയ്തതെന്താണെന്ന് അവൾ തീർച്ചയായും അറിഞ്ഞിട്ട് അത് ചോദ്യം ചെയ്യാനായിട്ട് വരും. പ്രസവത്തിൽ ആ കുഞ്ഞ് മരിച്ചുപോയെന്ന് അവളെ വിശ്വസിപ്പിച്ച് അതിനെ ഓർഫനേജിലേക്ക് കൈമാറി എന്നവൾ അറിഞ്ഞാൽ ഒരു യുദ്ധത്തിന് തന്നെ അവൾ പുറപ്പെട്ട് നമ്മളോടായി വരും. പിന്നെ ബാലചന്ദ്രനായിരിക്കില്ല, നമ്മളായിരിക്കും അവളുടെ മുഖ്യ ശത്രു. അന്നത്തെ ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ടായിരുന്നോ അവരൊക്കെ ആയിരിക്കും അവളുടെ മുഖ്യ ശത്രു. ഗംഗേട്ട, വൈശ ഒരിക്കലും ഇതൊന്നും അറിയരുത്. വരും വഴികളെല്ലാം പറഞ്ഞ് ബാലിനെ ഇത് ബോധ്യപ്പെടുത്തണം. അയാളെ തണുപ്പിച്ച ശേഷം മാത്രമേ ഇവിടെ നിന്ന് പറഞ്ഞു വിടാവൂ. നമ്മൾക്ക് അയാളെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇന്നത്തെ ഒരു ദിവസം അയാൾ നമ്മളുടെ വീട്ടിൽ താമസിക്കട്ടെ. പക്ഷേ അതിനൊന്നും അയാൾ വഴങ്ങുമെന്ന് തോന്നുന്നില്ല. നമ്മൾക്കെന്തായാലും ശ്രമിച്ചു നോക്കാമെന്ന് ഗംഗേട്ടൻ. ഈ സമയം വൈജയന്തി മനുശങ്കറിനെ ഫോണിൽ വിളിക്കുകയാണ്. ഫോൺ എടുത്തുടൻ തന്നെ മനുവിനോടായി വൈജയന്തി, അങ്കിൾ ഇതുവരെ വന്നില്ലല്ലോ മനു. ഇത് കേൾക്കുന്ന മനുശങ്കർ, ഉച്ച കഴിഞ്ഞല്ലോ ആൻറ്റി, അങ്കിൾ ഇതുവരെയും വിളിച്ചില്ലേ എന്ന് തിരക്കുന്നു. മറുപടിയായി വൈജ, ഇല്ലെന്നും ഇപ്പോൾ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് മനുവിനോടായി ചോദിക്കുന്നു. ഇങ്ങനെ ഒരു വിവരവുമില്ലാതിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് മനുശങ്കർ പറയുന്നു. പോലീസിലൊക്കെ അറിയിച്ചാൽ ആളുകളെല്ലാം അറിയില്ലേ? എന്നോട് വഴക്കിട്ട് പിണങ്ങിപ്പോയതാണെന്നായിരിക്കില്ലേ എല്ലാവരും പറയുന്നത്. മറുപടിയായി മനുശങ്കർ, ആൻറ്റിക്ക് മാനക്കേടാണ് വലുതെങ്കിൽ പോലീസിൽ അറിയിക്കേണ്ട, ഹസ്ബൻഡാണ് വലുതെങ്കിൽ പോലീസിൽ അറിയിക്കണം. വൈജ മനുവിനോടായി പറയുകയാണ്, എന്നോടുള്ള വാശിക്ക് എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന മനു, ഒന്ന് പോവാ ആൻറ്റി, ആൻറ്റിയോടുള്ള ദേഷ്യത്തിന് പോയി ഒളിച്ചിരിക്കാൻ അങ്കിൾ എന്താ കൊച്ചു കുട്ടിയാണോ? വൈജ അവസാനമായി പറയുന്നു, അതെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നും കൂടെ നോക്കാം, എന്നിട്ട് നാളെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാം. ആൻറ്റിയുടെ ഇഷ്ടം പോലെ ചെയ്യുക, ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനു പറയുന്നു. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് മനു ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സമയം ഹാളിലുണ്ടായിരുന്ന കൃഷ്ണ, എന്തു പറ്റിയമ്മേ? അച്ഛനെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ലേ? ഇനി ആരെങ്കിലും പണത്തിനു വേണ്ടി അച്ഛനെ തട്ടിക്കൊണ്ടു പോയതായിരിക്കുമോ എന്ന് വിഷമത്തോടുകൂടി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന വൈജയാകട്ടെ, അങ്ങനെയുള്ളവരാരെങ്കിലും വീട്ടിൽ കയറിക്കൊണ്ടുവന്ന് തട്ടിക്കൊണ്ടു പോകുമോ? മാത്രമല്ല അങ്ങനെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ തന്നെ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്യണം അമ്മയെന്ന് കൃഷ്ണ പറയുമ്പോൾ, ഒന്നാമത്തെ എനിക്ക് തലയ്ക്ക് വെളിവില്ലാതിരിക്കുവാണ്. അപ്പോഴാണ് നിൻ്റെ ഉപദേശം, പോയി റൂമിനകത്തെങ്ങാനും ഇരുന്ന് പഠിക്കുക. അതിനുശേഷം വൈജയുടെ അടുത്തേക്ക് വരികയാണ് അലീന. എന്താ കാര്യമെന്ന് അലീന തിരക്കുമ്പോൾ ഊണെടുത്ത് വയ്ക്കാനായി ആവശ്യപ്പെടുന്നു. മാഡം, ഞാനിന്ന് പോകാനിരിക്കുകയായിരുന്നു എന്ന് അലീന പറയുമ്പോൾ, എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വൈജു ചോദിക്കുന്നു. ഇവിടുന്ന് ജോലി മതിയാക്കി പോവുകയാണെന്ന് പറയുമ്പോൾ, നീ എന്തായാലും ബാലചന്ദ്രൻ വന്ന ശേഷം മാത്രം ഇവിടുന്ന് പോയാൽ മതിയെന്ന് വൈജ പറയുന്നു. സാർ ഇന്ന് വരുമെന്ന് അലീന ചോദിക്കുമ്പോൾ, എനിക്കറിയത്തില്ല, ഇന്നലെ സാറോടുള്ളപ്പം നീയല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്? ഈ സമയം വീണ്ടും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരികയാണ് ഗംഗേട്ടനും മാലതിയും. ഗംഗേട്ടൻ ബാലചന്ദ്രനോടായി, ബാലനൊന്നും കഴിച്ചില്ലല്ലോ, വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. തന്നോടുള്ള ചോദ്യത്തിന് മറുപടിയായി ബാലൻ പറയുന്നു, ഞാൻ കഴിച്ചു, 2 എണ്ണം കഴിച്ചു, പക്ഷേ ബോധം കെടുന്നില്ല, അതാണൊരു പ്രശ്നം. ഭക്ഷണം കഴിച്ചോന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഗംഗേട്ടൻ. നിങ്ങൾക്ക് വേണ്ടി മാലതി ഒന്നാന്തരം ഊണൊരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ബാലൻ പുച്ഛത്തോടെ, ഉവ്വോ, അത് പോയി നിങ്ങളുടെ പട്ടിക്ക് വിളമ്പി കൊടുക്ക്. ബാലൻ തുടരുകയാണ്, വിരുന്നാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിളമ്പിത്തരുന്നത് ഉച്ഛിഷ്ടമായിരിക്കും, അതാണല്ലോ നിങ്ങളുടെ പാരമ്പര്യമെന്ന് പുച്ഛത്തോടെ അവരോട്. ഒരിക്കലിത് അറിയാതെ കഴിച്ചുപോയ ഭാഗ്യദോഷിയാണ് ഞാൻ. ഇപ്പോഴാണ് എനിക്കതിൻ്റെ അരുചി മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ തരുന്ന ഭക്ഷണം പോലും നാവിൽ വയ്ക്കാൻ എനിക്ക് അറയ്ക്കും. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് നിങ്ങൾ അതിഥികൾക്ക് മുമ്പിൽ എച്ചിൽ പോലും വിളമ്പി വയ്ക്കുമെന്ന്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഗംഗേട്ടൻ, അത്രയ്ക്കൊന്നും പറയരുത് ബാലൻ, ഒരു തെറ്റ് പറ്റിയെന്നുള്ളത് സത്യമാണ്, പക്ഷേ ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ബാലൻ ദേഷ്യത്തോടെ ഗംഗേട്ടനോടായി, നിങ്ങൾക്ക് അല്ലായിരിക്കും, ഇങ്ങനെയുള്ള അവിവാഹിതരായ അമ്മമാർ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായേക്കാം. എൻ്റെ കുടുംബത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. എൻ്റെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് ഒരു വ്യഭിചാരികയെ കല്യാണം കഴിക്കേണ്ടി വന്നത്. അങ്ങനെയൊരു നിർഭാഗ്യവാൻ ഞാനായിപ്പോയി. ഇപ്പോൾ മാലതി ബാലനോട്, ബാലചന്ദ്ര, ഇങ്ങനെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കാൻ എളുപ്പമാണ്, പക്ഷേ അതൊന്നും തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ഓർക്കണം. അവരോടുള്ള മറുപടിയായി ബാലൻ, എനിക്കൊന്നും തിരിച്ചെടുക്കേണ്ട മേം സാബ്, ഞാൻ ഈ പറയുന്നതൊക്കെ അങ്ങ് തീർത്ത് പറയുന്നതാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങ് അറ്റുപോകും എന്നാണല്ലോ ധ്വനി.
മാത്രമല്ല എനിക്കിനി നിങ്ങളുമായുള്ള യാതൊരു ബന്ധത്തിനും താല്പര്യമില്ല. ഒരു കത്തിയെടുത്ത് ആ ബന്ധം അറുത്തിടാൻ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാനത് ചെയ്യുമായിരുന്നു. ഗംഗേട്ടനോടെ ബാലൻ, നിങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തതെന്ന് എന്നോട് തന്നെ ഞാനിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗേട്ടൻ ബാലനോടായി തുടരുകയാണ്. നിങ്ങൾക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തോ, എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ അതുകൊണ്ട് തകരുന്നത് നിങ്ങളുടെ മാത്രം കുടുംബമായിരിക്കും. നശിച്ചു പോകാൻ പോകുന്നത് നിങ്ങൾ ജനിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന നിങ്ങളുടെ മക്കളുടെ ജീവിതമായിരിക്കും. ബാലൻ ഇത് കേട്ടിട്ട് നിക്ക് നിക്ക് നിക്ക്, മക്കളിൽ എൻ്റേതെന്ന് പറയാൻ ആരൊക്കെയുണ്ട്? ഒന്നോ അതിൽ 2 പേരോ? എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അതൊക്കെ എൻ്റേത് തന്നെയാണോ എന്ന് ഗംഗേട്ടനോടായി. അതോ കുറേ കഴിയുമ്പോൾ മറ്റാരെങ്കിലും വരുമോ? അച്ഛനാണെന്നും പറഞ്ഞ് എനിക്ക് അറിയാത്തത് കൊണ്ട് ചോദിച്ചു പോയതാണ് മിസ്റ്റർ ലഫ്റ്റനന്റ് കേണൽ ഗംഗാധര മേനോൻ. ഇത് കേട്ടുടൻ തന്നെ ഗംഗേട്ടൻ ബാലനെ അടിക്കാനായി ഒരുങ്ങുകയാണ്. പക്ഷേ അത് തടയുന്നു മാലതി. നിങ്ങളുടെ കുടുംബമല്ലേ, അതുകൊണ്ട് എന്തും സംഭവിക്കാം. നാളെ നിങ്ങൾ ആങ്ങളമാരും പെങ്ങളും കൂടെ ചേർന്ന് ഇതെല്ലാം വേറെ ആരുടെയോ മക്കളായിരുന്നു, ബാലൻ വെറുമൊരു കാവൽക്കാരൻ മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ അതും ഞാൻ വിശ്വസിക്കണ്ടേ? ഈ സമയം ബാലചന്ദ്രനെ ആശ്വസിപ്പിക്കാനായി ഒരുങ്ങുകയാണ് മാലതി. കുറച്ചു മുമ്പ് വൈജ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ എന്ന് അവൾ തിരക്കി. പക്ഷേ നിങ്ങളിവിടെ ഉള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇനിയൊട്ട് പറയുകയുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്നുള്ള കാര്യം വൈജ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും നിങ്ങളുടെ ഭാര്യയായി തുടരാൻ അവൾ അനുവദിക്കില്ല. നിങ്ങൾ എന്ത് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അൾട്ടിമേറ്റ് ലോസ് നിങ്ങൾക്ക് തന്നെയായിരിക്കും. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ബിസിനസ്, അങ്ങനെ എല്ലാം തന്നെ തകർന്നു പോകും. ഇവിടെയായി ബാലൻ, അത് തന്നെയാണ് ഞാൻ ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ ഒറ്റയടിക്ക് എല്ലാം തകർക്കാൻ കഴിയും? എല്ലാവരെയും പുച്ഛിച്ചുകൊണ്ട് ബാലൻ, എനിക്കെന്തിനാണ് കുടുംബം? കഴിഞ്ഞ 22 വർഷമായി എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നൊരു ഭാര്യ ഇനി എനിക്കെന്തിനാണ്? അല്ലെങ്കിലും എനിക്കൊരു കുടുംബമൊന്നും ഉണ്ടായിരുന്നില്ല മാലതിയെടുത്തി. വെറുമൊരു പൊട്ട സങ്കല്പം മാത്രമായിരുന്നു അത്. ഇനിയാണ് എനിക്കൊരു കുടുംബം ഉണ്ടാക്കേണ്ടത്. 50 തികഞ്ഞിട്ടില്ല എനിക്ക്. വിവാഹത്തിന് മുമ്പ് പ്രസവിക്കാത്തൊരു പെണ്ണിനെ ഇനിയാണെങ്കിലും എനിക്ക് കിട്ടത്തില്ലേ എന്ന് ബാലൻ മാലതിയോട്. അതുറപ്പായും കിട്ടുമെന്നും എനിക്കതിനുള്ള സമ്പത്തും പ്രൗഢിയും എല്ലാമുണ്ട്. ഒരു പെണ്ണിനെ കൂടെ പൊറപ്പിക്കാനുള്ള ആണത്വവുമുണ്ട്. ഞാൻ വാസെക്ടമി ഒന്നും ചെയ്തിട്ടില്ല. കുട്ടികളും ഉണ്ടാകും. അതുകൊണ്ട് ലഫ്റ്റനന്റ് കേണൽ സാബ്, നിങ്ങൾ എൻ്റെ നഷ്ടങ്ങളോർത്ത് വിഷമിക്കണ്ട. നിങ്ങളുടെ സഹോദരിയുടെ നഷ്ടങ്ങളോർത്ത് മാത്രം നിങ്ങൾ കരയുക. ഇവിടുന്ന് ചെന്ന ശേഷം അവളെ വെടിവെച്ചു കൊല്ലണോ അതോ ഡൈവോഴ്സ് ചെയ്യണോ? അതുമല്ലെങ്കിൽ വീടിന് ചുറ്റും 4-5 വെപ്പാട്ടികളെ വെച്ച് ഇനിയുള്ള ജീവിതം ആഘോഷമാക്കി മാറ്റണോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്ന് ബാലൻ. ബാലചന്ദ്ര, നിങ്ങളോട് ആരാണ് ഈ രഹസ്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അയാൾ നിങ്ങളുടെ മിത്രമല്ല, പകരം ശത്രുവാണ്. നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നയാൾ. എൻ്റെ കാർ ഒന്നിവിടെ എത്തിച്ചേരുമോ എന്ന് ദേഷ്യത്തോടെ ഗംഗേട്ടനോട് ബാലൻ. അതോ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നെടുക്കണോ? ബാലൻ പോകാൻ തുടങ്ങുകയാണോ? ഇത്രയും മദ്യപിച്ച അവസ്ഥയിൽ ഇന്നിനി തിരിച്ചു പോകരുത്. ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ബാലൻ, കാർ ഇവിടെ എത്തിച്ചു തന്നാൽ വലിയ ഉപകാരം, അല്ലെങ്കിൽ അത് ഞാൻ അവിടെ വന്ന് എടുത്തോളാം. ഇപ്പോഴും ഗംഗേട്ടൻ ബാലനെ സമാധാനിപ്പിക്കായി ഒരുങ്ങുകയാണ്. ബാല, നമ്മൾ കാണുന്നത് പോലെ ഒന്നുമല്ല ആരുടെയും ജീവിതം. വാർഫീൽഡിൽ പലരുടെയും ജീവിതം നേരിൽ പുരിയുന്നത് കണ്ടിട്ടുള്ളവനാണ് ഞാൻ. അവരിൽ പലരും നാടും വീടും ഭാര്യയും മക്കളും കൂട്ടുകാരും എല്ലാവരും ഉള്ളവരായിരുന്നു. ഗംഗേട്ടൻ്റെ സംസാരത്തെ തടഞ്ഞുകൊണ്ട് ബാലൻ, നമ്മൾ തമ്മിലുള്ള സംഭാഷണം കഴിഞ്ഞു. വിവരങ്ങളെല്ലാം തന്നതിന് നന്ദി. പോകാനൊരുങ്ങുന്ന ബാലനെ തടഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു ബാല ഇതെല്ലാം സംഭവിച്ചിട്ട്. ജനിച്ച് 2 വർഷത്തിനുള്ളിൽ ആ കുഞ്ഞും മരിച്ചുപോയി. ആ കുഞ്ഞും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. സൂക്ഷ്മമായി ഗംഗേട്ടനെ നോക്കുന്ന ബാലനോടായി ഗംഗേട്ടൻ, ഞാൻ സത്യമാണ് പറയുന്നത്. നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ബാലൻ. അങ്ങനെയാണ് രാവുണ്ണിയമ്മ പറഞ്ഞതെന്ന് പറയുമ്പോൾ കേട്ടുനിന്ന ബാലൻ, ഒരു രാവുണ്ണിയമ്മാവ, കള്ള റാസ്കൽ. ഞാൻ എന്തായാലും ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പുറപ്പെടാൻ ശ്രമിക്കുന്നു. ഹോട്ടലിലെ പേയ്മെൻറ്റ് ഞാൻ കൊടുത്തോളാമെന്ന് ഗംഗേട്ടൻ പറയുമ്പോൾ, അത് വേണ്ട, താങ്ക് യു, ഞാനെന്തായാലും തെണ്ടിയല്ലെന്ന് ബാലേട്ടൻ. അങ്ങനെ ബാലൻ ആ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് സ്വന്തം വണ്ടിയിൽ വന്ന് കയറുന്നു. കയ്യിലാകട്ടെ ഒരു കുപ്പി മദ്യവും ഉണ്ട്. വഴിയിലൊരിടത്ത് ഒതുക്കിയിട്ട ശേഷം ബാലൻ വീണ്ടും മദ്യപിക്കുകയാണ്. അതിനുശേഷം ബാലൻ വീണ്ടും യാത്ര തുടരുന്നു. ഇപ്പോൾ മനുശങ്കറും കമലയും വൈജയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വൈജ കമലയോടായി, എന്നോട് പറയാതെ എങ്ങോട്ടും പോകാറില്ല. ഇതിപ്പോൾ എന്നോടുള്ള വാശി തീർത്താണ്. അതിനിപ്പോൾ എന്താണ് ഇത്ര വാശിയെന്ന് കമല ചോദിക്കുമ്പോൾ, ഞാൻ അലീനയെ വഴക്ക് പറയുന്നതും കുറ്റം പറയുന്നതും ഒന്നും ബാലചന്ദ്രന് ഇഷ്ടമല്ല. ആ ഒരു കാര്യത്തിനല്ലാതെ ഒരു വാക്ക് തർക്കം പോലും ഇതുവരെയും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല കമലയെടുത്തി എന്ന് വൈജ പറയുന്നു.
ഈ വീട്ടിലെ ഒരു കാര്യത്തിന് പോലും ബാലചന്ദ്രൻ ഇടപെടാറില്ലായിരുന്നു. എല്ലാം ഇതുവരെയും ഞാനായിരുന്നു തീരുമാനിക്കുകയും നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ അതിലൊരു മാറ്റം വരാൻ എന്താ കാരണമെന്ന് കമല ചോദിക്കുമ്പോൾ, ആ നശിച്ചവൾ വന്നതിന് ശേഷം മുതൽ ബാലചന്ദ്രന് മൊത്തത്തിലൊരു മാറ്റമാണെന്ന് വൈജ പറയുന്നു. അവൾ വന്നതിന് ശേഷം ബാലചന്ദ്രന് എന്ത് പറഞ്ഞാലും എന്നോട് ദേഷ്യമാണ്. ഇത് കേട്ടുകൊണ്ട് വന്ന കമല, അപ്പോൾ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം അലീനയാണ്. ഈ സംഭാഷണങ്ങളെല്ലാം തന്നെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് മനുശങ്കർ അവരോടായി. അങ്ങനെ കണ്ണു മടച്ചൊന്നും ഒരാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവള് ചെയ്ത തെറ്റെന്താണെന്ന് പറ. വൈജ കമലയോടായി. ഇവനും ബാലചന്ദ്രനും ഒക്കെ അവളുടെ സൈഡായിട്ടതേ. നമ്മളുടെ സ്വന്തക്കാര് നമ്മളുടെ സൈഡ് വേണ്ട നിൽക്കാൻ. അതിനു പകരം എങ്ങാണ്ട് കിടന്നവളുടെ ന്യായം കേൾക്കാനാണ് ഉത്സാഹം. ആൻറ്റി, നിങ്ങൾ കാണിക്കുന്നത് അന്യായമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പെൺകുട്ടിയുടെ പക്ഷം ചേർന്നത്. അലീനയുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുകളുമില്ല. ബാലചന്ദ്രനങ്ങളുടെ ഭാഗത്തും യാതൊന്നും തന്നെയില്ല. അവനവന്റെ മനസ്സിലുള്ള നെഗറ്റിവിറ്റിക്ക് വെറുതെ എന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയുന്നതെന്ന് മനു. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇപ്പോൾ ബാലചന്ദ്രൻ ആരോടും മിണ്ടാതെ വീട് വിട്ടു പോയതെന്ന് വൈജ മനുവിനോട്. അതിനിപ്പോൾ സംശയം എന്താണെന്ന് മനു. ആൻറ്റി പറയുന്നതും ചെയ്യുന്നതും എല്ലാം ശരിയാണെന്നാണ് ആൻറ്റിയുടെ വിചാരം. മക്കളാകട്ടെ വെറും നിവൃത്തിയേടുകൊണ്ട് സഹിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന കമല, ബാലചന്ദ്രൻ വീട് വിട്ടു പോയതിന് നീ എന്തിനാടാ വൈജയെ കുറ്റം പറയുന്നത്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. അങ്കിള് സഹിയായിട്ട് ഇറങ്ങിപ്പോയതിന് അലീന എങ്ങനെ കുറ്റക്കാരിയാകും? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. രണ്ടുപേരും കൂടെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞാ. അസൂയ പിടിച്ച രണ്ട് പെണ്ണുങ്ങൾ വെറുതെ അങ്ങ് പരദൂഷണം പറയുക. തെറ്റും ശരിയും ഏതാന്ന് പോലും നോക്കാതെ. ബാക്കിയുള്ളവരും മനുഷ്യരാണ്, പൊട്ടന്മാരും പൊട്ടത്തികളുമല്ല. ആൻറ്റി മക്കളെ ഒന്ന് മാറ്റി വിളിച്ചിരുത്തി കോൺഫിഡൻഷ്യലായിട്ടൊന്ന് ചോദിച്ചു നോക്കണം, സ്വന്തം നിലവാരം എത്രത്തോളം താഴെയാണെന്ന്. ഇതിന് മറുപടിയായി വൈജ, നീ എൻ്റെ നിലവാരം അളക്കണ്ട, സ്വന്തം അമ്മയുടെ നിലവാരം നോക്കിയാൽ മതി. അതിന് രണ്ടും സിറാണല്ലോ, ഒരു വണ്ടിക്ക് തന്നെ രണ്ടും എന്ന് മനു മറുപടിയായി. രണ്ടുപേരും ചേരും, നല്ല ജോഡിയാണ്. ഇത് കേട്ട് വൈജ ദേഷ്യത്തോടെ മനുവിനോട് അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുന്നു. ഞാനിവിടെ നിന്ന് പോയേക്കാം, എനിക്കെന്താ പാട്? അത്രയും പറഞ്ഞ് മനു അവിടെ നിന്ന് പോകുന്നു. അവസാനമായി മനു ഒരു കാര്യം കൂടി പറയുന്നു. അങ്കിളിന് ഈ വീട്ടിൽ മറ്റാരോടും ദേഷ്യമോ അമർഷമോ വിദ്വേഷമോ ഒന്നുമില്ല. ആൻറ്റിയോട് മിണ്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആൻറ്റി അത്രയും സ്വൈര്യം കെടുത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ്.